മധ്യപ്രദേശിലെ ഇൻഡോറിൽ കക്കൂസ് മാലിന്യം കുടിവെള്ളത്തിൽ കലർന്ന് മരിച്ചവരുടെ എണ്ണം ഔദ്യോഗികമായി 4, അനൌദ്യോഗികമായി 14-ലേറെ. ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് 200 പേർ. അതിൽ 32 പേർ ICUവിലാണ്. 2000 പേരാണ് ഈ ജലഭീകരതയാൽ രോഗബാധിതരായത്. ഇന്ത്യയിലെ ക്ലീനസ്റ്റ് സിറ്റി അഥവാ വൃത്തിയുള്ള നഗരം എന്ന പേരിൽ പുരസ്കാരങ്ങൾ വർഷാവർഷം ചാർത്തിക്കൊടുത്തിരുന്നതാണ് ഇൻഡോറിന്. ഇൻഡോറിനെ മാതൃകയാക്കാനാണ് കേരളത്തിലെ നഗരങ്ങളോട് കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെയാണ് കുടിവെള്ളത്തിൽ കക്കൂസ് മാലിന്യം കലർന്നത്. ഇനിയും അധികൃതർ തെളിച്ചു സമ്മതിക്കാത്തൊരു കാര്യം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ഇൻഡോറിലെ പ്രധാന കുടിവെള്ള പൈപ്പിന് മുകളിൽ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഈ പോലീസ് ഔട്ട് പോസ്റ്റിന് സെപ്റ്റി ടാങ്ക് ഉണ്ടായിരുന്നില്ല. ഒരു കുഴി കുഴിച്ച് അതിലേക്ക് നേരിട്ട് വിസർജ്യം തുറന്നു വിട്ടിരിക്കുകയായിരുന്നു. ആ കുഴിയുടെ താഴെ പ്രധാന കുടിവെള്ള പൈപ്പ് പൊട്ടി. കുടിവെള്ളത്തിൽ മാലിന്യം കലർന്ന അനേകം പോയിന്റുകളിൽ ഒന്ന് ഈ പോലീസ് ഔട്ട് പോസ്റ്റ് കൂടിയാണ്. കുടിവെള്ള പൈപ്പിന്റെ മുകളിൽ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിച്ചത് ഒന്നാമത്തെ തെറ്റ്. സെപ്റ്റി ടാങ്ക് പണിയാതെ കുഴിയിലേക്ക് വിസർജ്യം തുറന്നു വിട്ടത് രണ്ടാമത്തെ തെറ്റ്. ആ കുഴിയെടുത്തപ്പോൾ കുടിവെള്ള പൈപ്പ് പൊട്ടിയത് മൂന്നാമത്തെ തെറ്റ്. ഔദ്യോഗിക സംവിധാനത്തിൽ തന്നെ ഇത്രയേറെ പാളിച്ചകൾ ഉണ്ടാകുമ്പോൾ നഗരത്തിൽ ചേരികളിൽ താമസിക്കുന്ന പാവങ്ങളെ എങ്ങനെ കുറ്റം പറയും? ഇന്ത്യ ലോകത്തിന് മുന്നിൽ തലകുനിക്കുന്ന നിമിഷമാണിത്. 21-ാം നൂറ്റാണ്ടിലും പ്രാകൃത ജനതയെ പോലെ കഴിയേണ്ടി വരുന്നവരുടെ നാടാണിതെന്നാണ് ഈ സംഭവം വെളിപ്പെടുത്തുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഇൻഡോറിൽ ജനതയെ കൊല്ലുന്ന ജലഭീകരത. ശരിക്കും ഒരു ഭീകര പ്രവർത്തനമാണ് ഇൻഡോറിൽ നടത്തുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം, ഈ കുടിവെള്ളത്തിലെ മാലിന്യത്തെക്കുറിച്ച് ഇൻഡോർ കോർപ്പറേഷന് പൊതുജനങ്ങൾ പരാതി നൽകിയത് ഇന്നോ ഇന്നലെയോ അല്ല. മാസങ്ങൾക്ക് മുൻപ് തന്നെ നേരിട്ടും അല്ലാതെയും ജനത ഈ ബുദ്ധിമുട്ട് അറിയിക്കുന്നുണ്ട്. ആസിഡ് കലർന്ന വെള്ളം കുടിക്കുന്നത് പോലെ തൊണ്ട എരിയുകയാണെന്ന് രേഖാമൂലം കോർപ്പറേഷന് പരാതി ലഭിച്ചിട്ടുണ്ട്. കലങ്ങി മഞ്ഞ നിറമായ വെള്ളമാണെന്ന് മാസങ്ങൾക്ക് മുൻപേ നൽകിയ പരാതിയിലുണ്ട്. വെള്ളത്തിലെ മണം സഹിക്കാൻ കഴിയുന്നില്ലെന്ന് എത്രയോ ആളുകൾ വിളിച്ച് കോർപ്പറേഷനെ അറിയിച്ചു. കഴിഞ്ഞ ഒക്ടോബർ 15-ന് കോർപ്പറേഷന് ലഭിച്ച ഒരു പരാതി തന്നെ നോക്കൂ. കിണറ്റിലെ വെള്ളത്തിൽ മാലിന്യം കലരുകയാണെന്ന് ദിനേശ് ഭാരതി വർമ്മ എന്ന നഗരവാസി പരാതി നൽകി. ഇൻഡോറിലെ ഭാഗീരഥ് പുരയിൽ നിന്നാണ് ആ പരാതി കോർപ്പറേഷന് ലഭിച്ചത്. അവിടെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഇത്രയും മരണം പിന്നീടുണ്ടായത്. കുടിവെള്ള പൈപ്പുകളും സീവേജ് പൈപ്പുകളും പൊട്ടി ഒഴുകുകയാണ് കിണറ്റിലെ വെള്ളം മലിനമായത്. ഇൻഡോറിലെ 11-ാം വാർഡിലായിരുന്നു അത്. കിണറ്റിലെ വെള്ളത്തിലേക്ക് വരെ മാലിന്യം എത്തിയെന്ന് ആ പരാതിയിൽ അന്ന് അന്വേഷണം തുടങ്ങിയിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ഈ മരണങ്ങളെല്ലാം ഒഴിവാകുമായിരുന്നു. അന്ന് അങ്ങനെ ചെയ്തില്ല. ശിവാനി താക്ലെ എന്ന നഗരവാസി മറ്റൊരു പരാതിയുമായി കോർപ്പറേഷനെ സമീപിച്ചു. കുടിവെള്ളത്തിൽ ആസിഡ് കലരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ടെന്നായിരുന്നു ആ പരാതി. പിന്നെ പരാതികളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു. നർമ്മദ ജലവിതരണ പദ്ധതിയിലെ വെള്ളത്തിൽ രൂക്ഷമായ ദുർഗന്ധമുണ്ടെന്ന് നവംബറിൽ തന്നെ കോർപ്പറേഷന് പരാതി എത്തിയതാണ്. ഡിസംബർ പകുതിയായതോടെ സ്ഥിതി അതീവ ഗുരുതരമായി. 11-ാം വാർഡിലെ 90% ആളുകളും ആശുപത്രിയിലാണെന്ന് കാണിച്ച് ഗണേഷ് പരസ്കാറും യശ് പരേവയും കോർപ്പറേഷനെ സമീപിച്ചു. അപ്പോൾ മാത്രമാണ് കോർപ്പറേഷന്റെ ഭരണ സംവിധാനം ചലിച്ചു തുടങ്ങിയത്. അപ്പോഴേക്കും എല്ലാം പിടിവിട്ടു പോയിക്കഴിഞ്ഞിരുന്നു. തുടർച്ചയായി 8-ാം വർഷമാണ് ഇന്ത്യയിലെ ഏറ്റവും ശുചിത്വമുള്ള നഗരം എന്ന പുരസ്കാരം 2025-ൽ ഇൻഡോറിന് ലഭിച്ചത്. 1-ാം സ്ഥാനം ഇൻഡോറിനും 2-ാം സ്ഥാനം സൂററ്റിനും 3-ാം സ്ഥാനം പൂനെയ്ക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചത് ഇക്കഴിഞ്ഞ ജൂലൈയിലാണ്. ക്ലീനസ്റ്റ് സിറ്റിയുടെ സ്ഥിതി ഇതാണെങ്കിൽ ഇന്ത്യയിലെ മറ്റു നഗരങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അഴുക്കിന് മുകളിൽ ഇങ്ങനെ മണ്ണിട്ട് മൂടി പൂച്ചെടികൾ വയ്ക്കുന്നത് കൊണ്ട് ഒരു നഗരവും വൃത്തിയാകുന്നില്ല. ഇൻഡോർ മലിനപ്പെട്ടു എന്ന് കോർപ്പറേഷനെ 1 വർഷം മുൻപ് തന്നെ വ്യക്തമായതാണ്. കുടിവെള്ളം മലിനമാണെന്ന് രേഖാമൂലം ലഭിച്ച പരാതികൾ തന്നെ 266 എണ്ണമുണ്ട്. ഈ ലഭിച്ച 266 പരാതികളിൽ 16 എണ്ണം പരിശോധിച്ചു, പ്രശ്നമില്ലെന്ന് കണ്ടെത്തി. മറ്റുള്ളവ പൂർണ്ണമായും അവഗണിച്ചു. അതിലൊന്നും എന്തെങ്കിലും നടപടി എടുത്തതായി എവിടെയും ഒരു സൂചനകളില്ല. ജനത ഫോൺ വഴി വിളിച്ചു പറഞ്ഞതും വാർഡ് മെമ്പർമാരെ നേരിട്ടറിയിച്ചതും MLA അറിയിച്ചതുമൊക്കെ ഇതിനും പുറമേ വരും. ഈ സംഭവം ഉണ്ടാകുന്നതിനും 1 വർഷം മുൻപ് 2024 നവംബർ മാസം 12-ന് തന്നെ പുതിയ പൈപ്പ് സ്ഥാപിക്കാൻ കോർപ്പറേഷൻ ഫയൽ തുറന്നു. പക്ഷേ പുതിയ നർമ്മദ പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യമെങ്കിലും അന്ന് തുറന്ന ഫയലിൽ പിന്നീട് ഒന്നും നടന്നില്ല. ജനങ്ങളുടെ പരാതി ഏറി വന്നപ്പോൾ 2025 ജൂലൈ മാസം 30-ന് ഒരു ടെൻഡർ വിളിച്ചു. ആ ടെൻഡറിൽ വർക്ക് ഓർഡർ നൽകിയത് ഇക്കഴിഞ്ഞ ഡിസംബർ 26-നാണ്. 100 കണക്കിന് ആളുകൾ രോഗബാധിതരായ വിവരം പുറത്തു വന്ന ശേഷമാണ് പണി തുടങ്ങാൻ വർക്ക് കോൺട്രാക്ട് നൽകിയതെന്നാണ് ഈ രേഖകൾ കാണിക്കുന്നത്. അനവധാനത എന്ന ഒരു വാക്കല്ലാതെ മറ്റൊരു വിശേഷണവും ഈ നടപടികൾക്ക് ചേരില്ല.
ഇങ്ങനെ ഒരു കോർപ്പറേഷനാണ് ഇന്ത്യയിലെ ക്ലീനസ്റ്റ് സിറ്റി എന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരവും കൊച്ചിയും ഉൾപ്പെടെ ഇൻഡോറിനെ കണ്ടു പഠിക്കണമെന്നാണ് നേതാക്കൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. 10-12 അടി മാത്രം വീതിയുള്ള റോഡുകൾ, അതിനരികിലൂടെ കുഴിച്ചിട്ടിരിക്കുന്ന കുടിവെള്ള പൈപ്പുകളും സ്യൂവേജ് പൈപ്പുകളും. വൃത്തിയുള്ള നഗരത്തിന്റെ സത്യാവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. കുടിവെള്ള പൈപ്പുകളും സ്യൂവേജ് പൈപ്പുകളും പലയിടത്തും പൊട്ടിയ നിലയിലാണ്. ഇത് കണ്ടെത്താനോ പരിഹരിക്കാനോ കഴിയാത്ത സ്ഥിതിയും കാരണവും ചെറിയ വഴിയുടെ അരികിൽ കുഴിച്ചാൽ നഗരം വലിയ ഗതാഗത കുരുക്കിലാകും. അറ്റകുറ്റപ്പണി ചെയ്യുന്നത് വെള്ളം ചീറ്റി പുറത്തു വരുന്ന സ്ഥിതി ഉണ്ടാകുമ്പോൾ മാത്രമാണ്. ആ പ്രദേശത്തെമ്പാടും ഇങ്ങനെ കുടിവെള്ള പൈപ്പുകളും മാലിന്യ പൈപ്പുകളും കൂടിക്കലർന്നിരിക്കുകയാണ്. പ്രദേശത്തെ കുടിവെള്ള പൈപ്പുകളിൽ 60% പണി തീർന്നിരിക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നാണ് അറ്റകുറ്റപ്പണിക്ക് ചുമതലപ്പെട്ട ബബ്ലു പർഷാദ് മൊഴി നൽകിയത്. ചുമതലപ്പെട്ടയാളുടെ കണക്കിൽ തന്നെ 40% പരാതികളും പരിഹരിക്കാതെ കിടക്കുകയാണ്. അപ്പോൾ ഇത്തരം ഒരു അപകടം ഉണ്ടാകാൻ ഒരിടത്ത് പൈപ്പ് പൊട്ടിയാൽ മാത്രം മതി. അങ്ങനെ ഉള്ളപ്പോഴാണ് 40% പരാതികളും പരിഹരിക്കാനായില്ലെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ പറയുന്നത്. പുതിയ സ്യൂവേജ് പൈപ്പുകളും കുടിവെള്ള പൈപ്പുകളും സ്ഥാപിക്കാതെ നഗരം സുരക്ഷിതമാകില്ലെന്ന് 3 വർഷം മുൻപ് തന്നെ വ്യക്തമായതാണ്. ഇത്ര വലിയ അപകടം മറച്ചു വച്ചതാണ് ഇക്കാലത്തെല്ലാം ഇൻഡോർ ക്ലീനസ്റ്റ് സിറ്റി എന്ന പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത്. മണ്ണ് മൂടിയിട്ടിരിക്കുന്ന പൈപ്പുകൾക്ക് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് നാട്ടുകാർക്ക് പോലും വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ഇൻഡോറിൽ കുടിവെള്ളത്തിന് മാത്രം 3 ലൈനിലാണ് പൈപ്പുകൾ ഉള്ളത്. പ്രധാന പൈപ്പ് ലൈൻ കൂടാതെ ഡിസ്ട്രിബ്യൂഷൻ ലൈനുകളുണ്ട്. അതോടൊപ്പം വീടുകളിലേക്ക് വെള്ളം കൊടുക്കുന്ന ചെറിയ പൈപ്പ് ലൈനുകളുമുണ്ട്. ഇൻഡോറിൽ ഇതിനൊക്കെ പുറമെ കേന്ദ്ര സർക്കാരിന്റെ അമൃത് 2.0 പദ്ധതിയും അനുവദിച്ചിരുന്നു. അമൃത് പദ്ധതിയിൽ നഗരത്തിലെ പൈപ്പ് ലൈൻ മുഴുവൻ മാറ്റാനുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അതും വേണ്ട വിധം നടന്നില്ല. പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനുള്ള നീക്കവും വിജയിച്ചില്ല. ഇതെല്ലാം ചേർന്നാണ് ഇൻഡോറിനെ ഇപ്പോഴുള്ളത് പോലുള്ള വലിയ അപകടത്തിലെത്തിച്ചത്. 14 പേർ മരിച്ചു എന്നാണ് ആശുപത്രി റിപ്പോർട്ട് ചെയ്ത സമയത്തും സർക്കാരിന്റെ കണക്കിൽ 4 പേർ മാത്രമാണ് മരിച്ചത്. 2000-ഓളം പേർ ചികിത്സ തേടിയപ്പോഴും ഐസിയുവിലുള്ള 32 പേരുടെ കണക്ക് മാത്രമായി ഔദ്യോഗികമായി പുറത്തു വന്നു. ഇൻഡോർ ഇപ്പോ ഒരു മാതൃകയല്ല, മുന്നറിയിപ്പാണ്. രാജ്യമെങ്ങുമുള്ള നഗരങ്ങൾ ഒരിക്കലും ഇൻഡോറിനെ പോലെ ആകരുത് എന്നാണ് ഈ നിമിഷം പറയാനുള്ളത്. സ്വന്തം നഗരത്തിലൂടെ കടന്നു പോകുന്ന ജലവിതരണ പൈപ്പുകളെ കുറിച്ച് ഭരണ സംവിധാനത്തിന് ബോധമുണ്ടാകണം. അതിൽ ഒരെണ്ണമെങ്കിലും പൊട്ടിയാൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തം എന്താണെന്ന് തിരിച്ചറിയണം. മാലിന്യ പൈപ്പുകളും കുടിവെള്ള പൈപ്പുകളും ഒന്നിച്ച് കടന്നു പോകുന്ന നഗരങ്ങൾക്കെല്ലാം ഇൻഡോർ ഒരു പുതിയ മുന്നറിയിപ്പാണ്. ഇൻഡോർ മലിനമായത് പൈപ്പ് വെള്ളം മാത്രമല്ല, കിണർ വെള്ളം കൂടിയാണ്. മാലിന്യ സംസ്കരണത്തിൽ ഇൻഡോറിനെ മാതൃകയാക്കുക എന്നാണ് തിരുവനന്തപുരം മേയർ വി രാജേഷ് ചുമതലയേറ്റതിന് പിന്നാലെ പ്രഖ്യാപിച്ചത്. മറ്റു നഗരങ്ങളെ പകർത്താൻ പോയാൽ ഇങ്ങനെയുമുണ്ട് അപകടങ്ങൾ. തിരുവനന്തപുരത്തെ തിരുവനന്തപുരമായി ശുചിയായി സൂക്ഷിക്കുകയാണ് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.